നമ്മൾ മെഷീൻ സർവീസ് ചെയ്യാൻ റിപ്പയർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് കളക്ട് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. മൺഡേ ആണത്. അപ്പോൾ തൃശ്ശൂരുള്ളത് ന്യൂ ഹോം എക്യുപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞ ഈ ഷോപ്പിൽ നിന്നാണ് ഞാൻ മെഷീൻ എടുത്തതും അവിടെ തന്നെയാണ് അത് റെഡിയാക്കാൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 700 രൂപയാണ് ആയിട്ടുള്ളത്. അവർ ചെക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. തന്നെയാണ് ഞാൻ വെക്കാറുള്ളത്. 3700 ഞാൻ സ്റ്റിച്ച് ചെയ്യാറുള്ളത്. ഓക്കെ, ഇപ്പം ഇതൊക്കെ കറക്റ്റ് അല്ലേ? ഈ ഹോളൊക്കെ കറക്റ്റ് അല്ലേ? ഇപ്പം എല്ലാം കറക്റ്റ് ആയിട്ടുണ്ടല്ലോ. എൻ്റെ ഷട്ടിൽ ടൈമിങ് മാറിയിട്ടുണ്ടായിരുന്നോ? അതെ, എനിക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ശരിയാവണുണ്ടായിരുന്നില്ലേ? ഇതിലെല്ലാം കറക്റ്റായിട്ട് ത്രെഡ് ചെയ്യണ്ടേ? ഞാൻ ചിലപ്പോൾ ഇതിൽ കൊടുക്കാറില്ല. എൻ്റെ ഇതിൽ ബോബിനും കേസും നൂലും ഉണ്ടായിരുന്നു. ഞാൻ തരുമ്പോൾ അതന്നെയല്ലേ അടിയിലുള്ളത്? ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഉണ്ട് തോന്നുന്നു. ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അതന്നെയല്ലേ ഉള്ളത്. ഗ്രീൻ നൂലും ഉണ്ടായിരുന്നു. ഞാൻ ചേട്ടനോട് ഉണ്ടാവിച്ചിട്ടേ അത് ഇട്ടിട്ട് തന്നെയാണ് കൊണ്ടുവന്നേ സ്റ്റിച്ച് ചെയ്ത്. പിന്നെ ബോബിൻ കേസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെങ്കിൽ അത് നമുക്ക് ആലോചിച്ചിട്ടേ. ടെൻഷനിൽ അതെ, ഞാൻ ടെൻഷൻ സെറ്റ് വേറെ വാങ്ങുക ചെയ്തേ. അതും ഇങ്ങോട്ട് കൊണ്ടുവന്നേ. തെറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ടെൻഷൻ സെറ്റ് ഇവിടുന്ന് വാങ്ങിയിട്ട് വീട്ടിൽ നിന്ന് വയ്ക്കുക ചെയ്തേ. ആളെ വിളിച്ച് ചോദിച്ചപ്പോൾ ടെൻഷൻ സെറ്റ് അങ്ങനെ തന്നെ ഇങ്ങോട്ട് പോകുന്നായിരുന്നു. അപ്പോൾ ടെൻഷൻ സെറ്റ് സെപ്പറേറ്റ് വാങ്ങിയിട്ട് നമ്മൾ തന്നെ വയ്ക്കുക ചെയ്തത്. അതാണ് പ്രശ്നം. അപ്പോൾ ഞാൻ എൻ്റെ കുറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ചോദിച്ചു. നിങ്ങൾക്ക് കേട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ തന്നെ മെഷീൻ ചെറിയ പ്രശ്നം വന്നപ്പോൾ അത് യൂട്യൂബൊക്കെ നോക്കി സോൾവ് ചെയ്യാനായിട്ട് ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ അടിയിൽ 2 സ്ക്രൂ ചെറുതായിട്ട് ലൂസായി. അതിൻ്റെ അലൈൻമെൻറ്റ് മാറി, ഷട്ടിൽ ടൈമിങ് മാറി. അങ്ങനെ പല കാര്യങ്ങളും മാറിയിട്ടോ. അപ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ ത്രെഡ് ടെൻഷൻ, സൂചി തിരിഞ്ഞു പോയത്, പ്ലേറ്റ് നീങ്ങിപ്പോയത്, അതൊക്കെ നമുക്ക് തന്നെ കറക്റ്റ് ചെയ്യാവുന്നുള്ളൂ. ഞാൻ പറഞ്ഞ ആ 2 സ്ക്രൂ അത് ഇതിലേതോ ഒരു സ്ക്രൂ ആണ് കേട്ടോ. അത് എങ്ങനെ നമ്മൾ അത്ര എക്സ്പേർട്ട് അല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ നമുക്കിങ്ങനെ പണി കിട്ടും. അപ്പോൾ വലിയ പ്രശ്നങ്ങളൊക്കെയാണ് നിങ്ങളുടെ മെഷീൻ എന്നുണ്ടെങ്കിൽ ഒരുപാട് പണി പഠിക്കാൻ നിൽക്കാതെ ഒരു ടെക്നീഷ്യൻ ഇങ്ങോട്ട് വിളിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇത് അങ്ങോട്ട് കൊണ്ടുപോവുകയോ ചെയ്തിട്ട് ശരിയാക്കാവും നല്ലത് കേട്ടോ. എപ്പോഴും കൊണ്ടുപോയി നേരെയാക്കണം എന്നല്ലാതെ നമുക്ക് ഫീസിബിളായിട്ടുള്ള ഐഡിയ അല്ല. കുറച്ച് കാര്യങ്ങൾ നമുക്കും അറിയണം, പക്ഷേ വലിയ കാര്യങ്ങൾ നമ്മളായിട്ട് ചെയ്യേണ്ടാന്ന് തോന്നുന്നു കേട്ടോ.